ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം ആയാസരഹിതമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില 100 രൂപ കുറച്ചു. സർഗശക്തിക്കും സൃഷ്ടിപരതയ്ക്കുമുള്ള അംഗീകാരമായ ദേശീയ രചനാകാർ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി സമ്മാനിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച തുടങ്ങി. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ. ആലുവ മണപ്പുറത്ത് പിതൃകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. രോഹിത്തിനും ഗില്ലിനും സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. കോവളം KTDC സമുദ്രയിൽ രാജാനക പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. 2:10 ശംഖുമുഖം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന ഉപരാഷ്ട്രപതി 2:30 കോവളത്തെത്തും. 3:50 എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകും. പ്രഥമ ദേശീയ രചനാകാർ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചു. നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് രാജ്യത്തിന്റെ സർഗശക്തിക്കും സൃഷ്ടിപരതയ്ക്കുമുള്ള അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഡാറ്റാ വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഉള്ളടക്ക സൃഷ്ടാക്കളുടെ പുതുലോകം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 100 രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ക്ഷേമമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. താങ്ങാനാകുന്ന വിലയിൽ പാചകവാതകം ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വനിതകളിൽ നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീ ശാക്തീകരണം ഒരു ജീവകാരുണ്യ ദൌത്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ പുരോഗതിയിലേക്കുള്ള വഴികാട്ടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സ്ത്രീ ശാക്തീകരണമില്ലാതെ ഒരു രാജ്യത്തിനും അവിടുത്തെ പൌരന്മാർക്കും സാമ്പത്തിക വികസനവും സമൃദ്ധിയും ഉറപ്പാക്കാൻ കഴിയില്ലെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. വന്യജീവികൾ കേരളത്തിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം മറ്റന്നാൾ കർണാടക ബന്ദിപൂരിൽ ചേരും. വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിലെ വനമുദ്യോഗസ്ഥരും പങ്കെടുക്കും. വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ജലലഭ്യത ഉറപ്പാക്കാൻ കൊല്ലം അച്ചൻകോവിൽ വനം ഡിവിഷനിലെ കല്ലാർ വനത്തിൽ വനം വകുപ്പ് താൽക്കാലിക കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ചു. കല്ലാർ റേഞ്ച് റിസർവ് വനത്തിൽ പലയിടത്തായി 10 ചെറുകുളങ്ങളാണ് വനം വകുപ്പ് ഇതിനായി ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അന്തരീക്ഷ താപനില ഉയരുകയും വനത്തിൽ ജലക്ഷാമം രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജലം തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്നത് ഒഴിവാക്കാനാണ് വനം വകുപ്പിന്റെ നടപടി. 3 അടിയോളം മാത്രം താഴ്ചയുള്ള കൃത്രിമ കുളങ്ങളിൽ ജലം നിറയ്ക്കേണ്ടതുണ്ട്. ജലം തീരുമ്പോൾ വീണ്ടും നിറയ്ക്കാനും വനം വകുപ്പ് ക്രമീകരണം ഒരുക്കും. ആര്യങ്കാവ്, തെന്മല, പത്തനാപുരം, കുളത്തൂപ്പുഴ, അഞ്ചൽ റേഞ്ചുകളിൽ മൃഗങ്ങൾ കാടിറങ്ങുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. കുളത്തൂപ്പുഴ വനാതിർത്തിയിലെ കല്ലടയാറിന്റെ തീരങ്ങളിൽ ജലം തേടിയെത്തുന്ന കാട്ടാനകളും കാട്ടുപോത്തുകളും അവിടെ തന്നെ തങ്ങുന്ന പ്രവണത പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്ന സ്ഥിതിയുമുണ്ട്. കൂടുതൽ കൃത്രിമ കുളങ്ങൾ വനത്തിനുള്ളിൽ നിർമ്മിച്ച് മൃഗങ്ങളുടെ കാടിറക്കം ഒഴിവാക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച ആരംഭിച്ചു. ചർച്ചയ്ക്കായി രാവിലെ 11 തന്നെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ധനമന്ത്രാലയത്തിലെത്തി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തുന്നത്. ഈ മാസം 13,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി മുഴുവൻ 2040 പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് KSEB എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതോൽപാദനത്തിന് ജലവൈദ്യുതിക്കുപരി ഹരിതോർജ്ജത്തിനും ഇതര ഊർജ്ജ സ്രോതസ്സുകൾക്കും മുൻഗണന നൽകുന്നതിൽ KSEB പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാർ ഇടപെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുള്ള കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്ന് വൈദ്യുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച ആറ്റിങ്ങലിലെത്തും. വൈകിട്ട് 3 മാമം മൈതാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായി. കേരളത്തിൽ തൃശൂർ, വടകര, ആലപ്പുഴ, വയനാട് സീറ്റുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് സൂചന. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് രാവിലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് ചർച്ച നടത്തി. പെരുന്നയിലെ NSS ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ചാലക്കുടിയിൽ BDJS തന്നെ മത്സരിക്കുമെന്നും മറിച്ചൊരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദേവികുളം മുൻ MLAയും CPM നേതാവുമായ S. രാജേന്ദ്രൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന സൂചന. രാവിലെ മാധ്യമങ്ങളെ കണ്ട ശ്രീ രാജേന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. BJP നേതാവ് PK കൃഷ്ണദാസ് ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം അറിയിച്ചു. നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും ശ്രീ S. രാജേന്ദ്രൻ പറഞ്ഞു. സ്വീപിന്റെ ഇടുക്കി ജില്ലയിലെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സമ്മതിദായകരെ ബോധവൽക്കരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയാണിത്. ശുചിത്വായനം പ്രചാരണ വാഹനം കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, അതിനായുള്ള നടപടിക്രമങ്ങൾ, ഹരിതചട്ടം ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷാ നടപടികൾ തുടങ്ങിയവ പ്രചരിപ്പിക്കുന്ന ശുചിത്വായന വാഹനം ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും പര്യടനം നടത്തും. 18 ദിവസം നീളുന്ന പര്യടനത്തിൽ ജില്ലയിലെ 6 ലക്ഷത്തോളം ജനങ്ങളിൽ ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വീപ് പദ്ധതിയുടെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ സിഗ്നേച്ചർ വാൾ സ്ഥാപിച്ചു. സമ്മതിദാനം വിനിയോഗിക്കുന്നത് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്ന സമ്മതിദാന ദിന സന്ദേശമാണ് സിഗ്നേച്ചർ വാളിലുള്ളത്. വോട്ട് ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ച് ആർക്കും വാളിൽ ഒപ്പുചേർത്താം. ശിവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വ്രതാനുഷ്ഠാന ചടങ്ങുകളും കലാപരിപാടികളും നടക്കുന്നു. വ്രതം നോറ്റ ഭക്തർ ഇന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ശിവനെ ഭജിക്കുന്നതാണ് ശിവരാത്രി ആഘോഷം. ആലുവ മണപ്പുറത്ത് ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃകർമ്മങ്ങൾ നടക്കും. ഉച്ചയോടെ ഭക്തർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ പ്രസിദ്ധമായ ശിവാലയ ഓട്ടം നടന്നു. ശിവാലയങ്ങൾ എന്നറിയപ്പെടുന്ന 12 ശിവക്ഷേത്രങ്ങളിൽ ആദ്യ ക്ഷേത്രമായ മുഞ്ചുര തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് 11 ക്ഷേത്രങ്ങൾ പിന്നിട്ട് 12ാമത്തെ ക്ഷേത്രമായ തിരുനട്ടാലത്താണ് ഓട്ടം സമാപിക്കുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ഉത്തര കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലെല്ലാം ദർശനത്തിനായി അതിരാവിലെ മുതൽ ഭക്തജന തിരക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അതിരാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദർശനത്തിനായി നിരവധി ആളുകളാണ് വരി നിൽക്കുന്നത്. ചൊവ്വ മഹാശിവക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തളി ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും വയനാട് ജില്ലയിലെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലും വടേരി ശിവക്ഷേത്രത്തിലും ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം, ബേളൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനത്തിനായി ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. ഉച്ചഭക്ഷണത്തിന് കളി നിർത്തുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 218 റൺസിന് അവസാനിച്ചിരുന്നു. ഇസ്രയേലിൽ മിസൈൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച കൊല്ലപ്പെട്ട കൊല്ലം വാടി സ്വദേശി നിബിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. രാത്രി 9 മണിയോടെ കൊല്ലത്തെത്തിക്കുന്ന മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കും. സംസ്കാരം വൈകിട്ട് 4-ന് വാടി പള്ളിയിൽ നടക്കും. പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിരുന്ന ഭാസുരേന്ദ്ര ബാബുവിന്റെ ഭൌതിക ശരീരം വൈകുന്നേരം 3:30 വരെ തിരുവനന്തപുരം പാങ്ങോട് ഹനുമാൻ ക്ഷേത്രത്തിന് സമീപത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ കുംഭമാസ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ പടുക്ക ഇന്ന് നടക്കും. 12-നാണ് പ്രസിദ്ധമായ മണ്ടക്കാട് കുട. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം ആയാസരഹിതമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില 100 രൂപ കുറച്ചു. സർഗശക്തിക്കും സൃഷ്ടിപരതയ്ക്കുമുള്ള അംഗീകാരമായ ദേശീയ രചനാകാർ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി സമ്മാനിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച തുടങ്ങി. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ. ആലുവ മണപ്പുറത്ത് പിതൃകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. രോഹിത്തിനും ഗില്ലിനും സെഞ്ചുറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.